ഹലോ, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത് എന്നാണ്. ഡബിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 100% പ്രീമിയം അക്രിലിക്കാണ്. അതിന് സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഹുക്ക് സൈസുമാണ്. ആദ്യം തന്നെ നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കിയെടുക്കണം. സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് യാൺ നമുക്ക് 2 വിരലിൽ ചുറ്റി എക്സ് ഷേപ്പിൽ ചുറ്റി അതിനകത്തൂടെ വർക്കിംഗ് യാൺ പുറത്തേക്ക് വലിച്ചെടുത്ത് ഹുക്കുമായിട്ട് അറ്റാച്ച് ചെയ്യാം. സ്ലിപ്പ് നോട്ട് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് 11 ചെയിൻ സ്റ്റിച്ചസ് ആണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യാൺ ഓവർ പുൾ ത്രൂ, യാൺ ഓവർ പുൾ ത്രൂ. ഹുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് യാണിൻ്റെ മേളിൽ കൂടെ കൊണ്ടുവന്ന് അടിയിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇപ്പോൾ ഇവിടെ 11 ചെയിൻ സ്റ്റിച്ചസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡബിൾ ക്രോഷ്യ ചെയ്തു തുടങ്ങാം. ഡബിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തതുപോലെ തന്നെ 3ാമത്തെ സ്റ്റിച്ചിലേക്കാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. യാൺ ഓവർ ചെയ്ത് 3ാമത്തെ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് വർക്കിംഗ് യാൺ അതിനകത്തൂടെ പുറത്തേക്ക് എടുക്കുക. ഇപ്പം നമുക്ക് 3 ലൂപ്പ് കിട്ടിയിട്ടുണ്ട്. ഹാഫ് ഡബിൾ ക്രോഷ്യ നമ്മൾ ഈ 3ലൂടെയും ഒരുമിച്ച് പുറത്തേക്ക് എടുക്കുകയായിരുന്നു. ഡബിൾ ക്രോഷ്യ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ 2 ലൂപ്പിലൂടെ മാത്രം ഫസ്റ്റ് പുറത്തേക്ക് എടുക്കുക. 1 2. ഇപ്പോൾ 2 ലൂപ്പ് നമ്മുടെ ഹുക്കിൽ ബാക്കിയുണ്ട്. ഇനി യാൺ ഓവർ ചെയ്ത് ബാക്കിയുള്ള 2 ലൂപ്പിൽ കൂടെയും ഹുക്ക് പുറത്തേക്ക് എടുക്കുക. ഒന്നുകൂടെ കാണിച്ചു തരാം. യാൺ ഓവർ ചെയ്ത് അടുത്ത ചെയിൻ സ്റ്റിച്ചിലേക്ക് നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് വർക്കിംഗ് യാൺ ആ ചെയിൻ സ്റ്റിച്ചിനകത്തൂടെ പുറത്തേക്ക് എടുക്കാം. ഇപ്പം നമുക്ക് 3 ലൂപ്പ് കിട്ടിയിട്ടുണ്ട്. യാൺ ഓവർ ചെയ്യുക, ആദ്യത്തെ 2 ലൂപ്പിലൂടെ മാത്രം ഹുക്ക് പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്ത് ബാക്കിയുള്ള 2 ലൂപ്പിലൂടെയും ഹുക്ക് പുറത്തേക്ക് എടുക്കുക. ഹാഫ് ഡബിൾ ക്രോഷ്യയ്ക്ക് നമ്മൾ 3 ലൂപ്പിലൂടെ ഒരുമിച്ചാണ് എടുത്തത്. ഡബിൾ ക്രോഷ്യയ്ക്ക് ആദ്യം 2 ലൂപ്പ് മാത്രം നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു ഹുക്ക്, പിന്നത്തെ 2 ലൂപ്പ് നമ്മൾ അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് എടുക്കുന്നു. അതാണ് വ്യത്യാസമുള്ളത്. നമുക്കൊരു സ്റ്റിച്ചൂടെ നോക്കാം. യാൺ ഓവർ ചെയ്ത് അടുത്ത സ്റ്റിച്ചിലേക്ക് നമുക്ക് നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് വർക്കിംഗ് യാൺ ആ സ്റ്റിച്ചിനകത്തൂടെ പുറത്തേക്ക് വലിച്ചെടുത്ത് ഇപ്പം 3 ലൂപ്പ് കിട്ടി. യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്പിലൂടെ ആദ്യം പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ നെക്സ്റ്റ് 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇതാണൊരു ഡബിൾ ക്രോഷ്യ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള സ്റ്റിച്ചസിൽ ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് ലാസ്റ്റ് സ്റ്റിച്ച് മാത്രം ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ച് എത്തിയിട്ടുണ്ട്. നമുക്കിത് ചെയ്യാം. യാൺ ഓവർ ഹുക്ക് ലാസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. വർക്കിംഗ് യാൺ നമുക്ക് ആ ഇൻസേർട്ട് ചെയ്ത സ്റ്റിച്ചിനകത്തൂടെ പുറത്തേക്ക് എടുക്കാം. ഇപ്പം നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടിയിട്ടുണ്ട്. യാൺ ഓവർ പുൾ ത്രൂ ഫസ്റ്റ് 2 ലൂപ്പ്, യാൺ ഓവർ പുൾ ത്രൂ ദ ലാസ്റ്റ് 2 ലൂപ്സ്. ഇങ്ങനെയാണൊരു ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുന്നത്. ഇൻസ്ട്രക്ഷൻസ് ക്ലിയർ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ഒരു ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുന്നതെന്ന് കാണിക്കാം. ബൈ.